ഞാൻ 24 മണിക്കൂറും വേങ്ങരയിലാണ്. എന്നെ വേങ്ങരയിലെ സ്റ്റാച്യു പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ വേങ്ങരക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ഫലസ്തീന്റെ മുകളിൽ അതിക്രമം നടത്തുമ്പോൾ വേങ്ങരയിലെ സകല മനുഷ്യരും തെരുവിലിറങ്ങിയപ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ പറയണം. വഖഫ് നിയമം കൊണ്ടുവന്ന് ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കാൻ, അവരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ കേന്ദ്രവും കേരളവും തീരുമാനിച്ചപ്പോ ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. സഖാക്കളെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി ഏതു മൈലാഞ്ചി പരിപാടിയിലായിരുന്നുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ പറയണം. രാജ്യത്തിൽ CAA കൊണ്ടുവന്നപ്പോ, NRC കൊണ്ടുവന്ന് പൗരത്വം നിഷേധിക്കാൻ ചിലർ ശ്രമിച്ചപ്പോ ഈ തെരുവുകളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞേ മതിയാവൂ. കോവിഡിന്റെ മറവിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പണം അടിച്ചു മാറ്റാൻ നിങ്ങളുടെ സക്കാത്ത് എനിക്ക് തരൂ എന്ന് മുഖ്യമന്ത്രി പോസ്റ്റ് ഇട്ടപ്പോ തരില്ല, പോയി പണി നോക്ക് എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ സഖാവേ, നിന്റെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? വോട്ട് ചോരി കൊണ്ടുവന്ന് ഈ രാജ്യത്തിലെ മനുഷ്യരെ അപകടപ്പെടുത്താൻ, കള്ളവോട്ടുകൾ കൊണ്ട് രാജ്യം ഭരിക്കാൻ BJP ശ്രമിച്ചപ്പോ, അതിന്റെ പ്രതിരോധം തീർക്കാൻ രാഹുൽ ഗാന്ധി വന്നപ്പോ ആ രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വന്നപ്പോഴൊക്കെ ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി മലപ്പുറത്തിലെ കോൺട്രാക്ടർമാരുടെ വയറ്റത്തടിച്ച് സഖാബ് പിണറായി വിജയൻ സമ്പത്ത് വാരിക്കൂട്ടുമ്പോ അതിനെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഈ മലപ്പുറത്തിന്റെ തെരുവിലുണ്ടായിരുന്നു, കേരളത്തിന്റെ തെരുവിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? കേരളയിൽ കൊണ്ടുവന്ന് പാവപ്പെട്ട മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കാൻ സഖാബ് പിണറായി വിജയൻ പരിശ്രമിച്ചപ്പോ ആ പാവങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മധു എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ വിശന്ന് പൊരിഞ്ഞ് ഒരു ഭക്ഷണം എടുത്തപ്പോ ആ പാവം മനുഷ്യനെ തച്ചുകൊല്ലാൻ ഈ രാജ്യത്തിലെ മാനുഷികതയില്ലാത്തവർ രംഗത്ത് വന്നപ്പോ മധുവിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നു ഇടതുപക്ഷത്തോട്, നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? 8 നക്സലേറ്റുകളെ, ചുവന്ന കൊടി പിടിച്ച കമ്മ്യൂണിസം പഠിച്ച 8 നക്സലേറ്റുകളെ നിങ്ങൾ വെടിവെച്ചു കൊന്നപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, നിങ്ങൾ എവിടെയായിരുന്നു? അലനും താഹയും എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരെ ഈ ഗവൺമെന്റ് പീഡിപ്പിച്ച് UAPA ചാർത്തി ആ മക്കളെ പീഡിപ്പിച്ചപ്പോ സഖാവേ, ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണ് ഉണ്ടായിരുന്നത്? TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോ, കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊന്നപ്പോ, ഷുഐബിനെയും ഷുക്കൂറിനെയും വെട്ടിക്കൊന്നപ്പോ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ജനാധിപത്യത്തിന്റെ പ്രതിരോധവുമായി ഞങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ മലപ്പുറം ജില്ലയെ വർഗീയ ഭീകരവാദികളാക്കാൻ ശ്രമം നടത്തി തന്റെ കയ്യിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് പിണറായി വിജയൻ പരിശ്രമിക്കുമ്പോ, അതേറ്റുപിടിക്കാൻ സുബ്രഹ്മണ്യ സ്വാമി വരുമ്പോ, അതേറ്റുപിടിക്കാൻ അമിത്ഷാ വരുമ്പോ അവർക്ക് മുമ്പിൽ ആർത്തലച്ചു നിന്നത് ഞങ്ങളായിരുന്നു. ഞാൻ ഈ തെരുവിലുണ്ടായിരുന്നു മലപ്പുറത്തുകാർക്ക് വേണ്ടി സംസാരിക്കാൻ. വേങ്ങരക്കാരാ, നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോഴും ഈ അങ്ങാടിയിലെ സ്റ്റാച്യുവായി നിങ്ങൾ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ സമരത്തിന്റെ മാർഗത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്റെ വൃത്തികെട്ട നാവുകൊണ്ട് ഈ മനോഹരമായ സൗഹൃദത്തിന്റെ പൂങ്കാവനത്തെ, ഈ മലപ്പുറത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവിടെ വന്ന് സംസാരിച്ചപ്പോ, വെള്ളാപ്പള്ളിയുടെ നാവടക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചപ്പോ, അതിന്റെ മുമ്പിൽ നിൽക്കാൻ ഈ വിനീതൻ ഈ തെരുവിൽ വന്നപ്പോ, ഈ വേങ്ങരയുടെ സ്റ്റാച്യു എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളൊന്ന് പറയൂ. ശബരിമലയിൽ ഈ രാജ്യത്തിലെ 80% വരുന്ന ഹിന്ദു സഹോദരന്മാർ, അവരുടെ ശബരിമലയിലെ ആചാരമുണ്ട്, വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ മറികടക്കാൻ മുസ്ലിങ്ങളെ പോലും ആ ജാഥയിലേക്ക് ചേർത്ത് നിർത്തി നിങ്ങൾ അപകടമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ഈ രാജ്യത്തിലെ അയ്യപ്പ ഭക്തന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഈ വേങ്ങര അങ്ങാടിയിൽ ഉണ്ടായിരുന്നു, കേരളത്തിന്റെ തെരുവിലുണ്ടായിരുന്നു. വോട്ട് ചോദിക്കാൻ വരുന്ന സ്ഥാനാർത്ഥി എവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കത് മനസ്സിലാവും.
സാജൻ എന്ന് പറയുന്ന ഒരു പ്രവാസി എൻ്റെ മണ്ഡലത്തിൽ. ആ മനുഷ്യൻ അയാൾ കൊല്ലപ്പെട്ടപ്പോ കൊന്നതായിരുന്നു, കേവലം ഒരു ആത്മഹത്യയല്ല. ആ മനുഷ്യനെ അപകടപ്പെടുത്തി ജീവിക്കാനൊരു നിവൃത്തിയുമില്ലാതെ ആ മനുഷ്യനെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചതാരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ശ്യാമള, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ, തളിപ്പറമ്പിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. അവരുടെ പേര് നിയമസഭയിൽ പറഞ്ഞ് പ്രസംഗിച്ചത് ഷാജിയായിരുന്നു. ഞാൻ അന്ന് സഭയിലുണ്ടായിരുന്നു, ഞാൻ ഈ തെരുവിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഏത് മൈലാഞ്ചി ചോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളൊന്ന് പറയൂ. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. CPM എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘമാണെന്ന് അന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നിയമസഭക്കകത്തു വെച്ചാണ്. എന്നാൽ ഇന്നത് പറയുന്നത് കോൺഗ്രസ് അല്ല, ലീഗല്ല, CPM-കാരനായ കുഞ്ഞിക്കണ്ണനാണ്, ജി സുധാകരനാണ്. നിങ്ങൾ എവിടെയായിരുന്നു CPM-കാരാ എന്നൊന്ന് പറയൂ. നിയമസഭയുടെ അകത്തു വെച്ച് അന്ന് ED വന്നില്ല, അന്ന് NIA വന്നില്ല, അന്ന് CBI വന്നില്ല. നിയമസഭയുടെ അകത്ത് അഴീക്കോട്ടുകാർ എനിക്ക് തന്ന പ്രിവിലേജ് വെച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വിരൽ ചോണ്ടി അങ്ങയുടെ മകൾ കള്ളിയാണ്, അഴിമതിക്കാരിയാണ് എന്ന് ഞാൻ പറഞ്ഞതിന് ഒരുപാട് പീഡനങ്ങൾ ജീവിതത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ പീഡനത്തിനേക്കാൾ വലുതൊന്നും ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ആ മകൾക്ക് പിന്നെ ED വന്നു, NIA വന്നു. അവരൊരു കള്ളിയാണെന്ന് കേരളത്തിന്റെ തെരുവിലേക്ക് അത് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. സഖാക്കളെ, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി പൊറാട്ട തിന്നാൻ വന്നു എന്ന് സ്വരാജ് അപമാനിക്കുമ്പോൾ, ആ മനുഷ്യൻ നമ്മുടെ പ്രതീക്ഷയുടെ അവസാനത്തെ ബസ്സാണ്, ലാസ്റ്റ് ബസ്സാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതല്ലാത്തൊരു ബസ്സില്ല എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ് വെങ്ങരക്കാരോട്: എവിടെയാണ് അനീതി നടക്കുമ്പോൾ, തെറ്റായ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ഈ വേങ്ങരയിൽ നിന്ന് പല്ലിറുന്നതിന് മുമ്പ് ആർത്തലച്ചത് പറയാൻ ഈ ജനാധിപത്യത്തിന്റെ ഭൂമികയിൽ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വിശ്രമിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിയിട്ടില്ല. ധീരന്മാർ ഒരിക്കലേ മരിക്കൂ എന്നത് എൻ്റെ ബോധ്യമാണ്. ഭീരുക്കൾ മരിച്ചുകൊണ്ടേ ഇരിക്കുമെന്നത് എൻ്റെ ബോധ്യമാണ്. നിങ്ങൾ എത്ര ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അടങ്ങിയിട്ടില്ല. ഞാൻ സ്നേഹപൂർവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏതർത്ഥത്തിലാണ് ഇവിടെ ഈ നാട്ടില്, ഒന്നുകൂടെ ഞാൻ എൻ്റെ സഹോദരനായ സ്ഥാനാർത്ഥിയോട് പറയട്ടെ, വികസനം വികസനം അതാണല്ലോ പറയണത്. CPM-ന്റെ കൂടെ ചേർന്ന് നിന്നാൽ വികസനം ഉണ്ടാക്കാം എന്ന ഓർത്തോ. എല്ലാ വികസനവും എന്ന് പറഞ്ഞു ഒരന്യായത്തെ ന്യായീകരിക്കാൻ ഞങ്ങൾ വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമെന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ വിധിയാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറെ കൂടെ വേങ്ങരയിൽ വികസനം കൊണ്ടുവരാൻ BJP ആണെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തോന്നിയാൽ അങ്ങോട്ട് പോയാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ആരെങ്കിലും കൊണ്ടുവരുന്ന വികസനം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കാൻ മാത്രം മതേതര ബോധമില്ലാത്ത, ജനാധിപത്യ ബോധമില്ലാത്ത, ഫാഷിസത്തെ തിരിച്ചറിയാത്ത ആളുകളല്ല ഞങ്ങൾ എന്നുകൂടെ ഞങ്ങൾ പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്നു.